ഉമ്രാജി ഞങ്ങൾ എറവാടി മുത്തുപ്പേട്ട നാവൂരൊക്കെ സിയാറത്തിന് പോകണം. ഇവിടുന്ന് 2-3 മുജിയന്മാരും നാടനായിട്ട് ഞാൻ നോക്കാം. അങ്ങനെ അവർ ഊരൊക്കെ ഉമ്രാജിയായിട്ട് ബന്ധമുള്ളതല്ല മുജിയന്മാർ. അപ്പോൾ ഉമ്രാജിൻ്റെ അടുത്ത് പോയി ശൈവനാൻ്റെ അടുത്ത് പോയി അങ്ങനെ പോകണം എന്നുള്ള രീതിയിൽ കൂടെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഉമ്രാജിനെ കൊടുത്ത് വീട്ടിൽ ചെന്ന് ഉമ്രാജി അവിടെ ഉണ്ട്, നിങ്ങളെങ്ങോട്ടാണ് പോകണം, ഞങ്ങളിങ്ങനെ എറവാടിക്ക് പോവുകയാണ്. അപ്പോൾ ഓരോരോ വർത്താനം പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ ഷെയ്ഖുന പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റൂല എന്ന് പാർക്കടത്തെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. അല്ല പാർക്കടത്തെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പിന്നെ താമസിക്കാൻ പറ്റൂല, എൻ്റെ വീട് താമസിക്കാൻ പറ്റൂല എന്ന്. അപ്പോൾ ഉമ്മറാജ് എന്നോട് പറയണേ, പാറക്കടവത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മമ്പർത്ത തങ്ങൾ ഒരു വരം കൊടുത്തതാണ്. പാറക്കടത്തിൽ ഒരു പറയുന്നതിനൊക്കെ അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ശൈവനെ അങ്ങനെ അവിടെ കൂടിക്കോളാനും അവിടെ താമസിക്കാനും ഒക്കെ പറഞ്ഞതാണ്. മൂപ്പര് പറയുന്നത് ഇപ്പം മൂപ്പരെന്തോ കണ്ടിട്ടാണെന്നും പറഞ്ഞ് മൂപ്പര് അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോണതിൻ്റെ അടുക്ക് മൂപ്പൻ്റെ പുരയിൽ പോയി ശൈവനെ കണ്ട്. എന്നെ കണ്ടപ്പം വേഗം പറഞ്ഞത് അത് അവർക്ക് തിരിഞ്ഞിട്ടില്ല, ഉമ്രാജിക്ക് തിരിഞ്ഞിട്ടില്ല. അതായത് പാറക്കടവത്തുനിന്ന് കൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു മമ്പറത്തെ ബലം കൊടുത്താലാണ് ഒരു പറഞ്ഞതൊക്കെ സത്യമാണ് ആവലാണ് എന്നൊക്കെ പറഞ്ഞല്ലോ എന്നോട്. ആ വർത്താനം ഞാൻ ശൈഖുനാനോട് അങ്ങോട്ട് പറയാണ്ട് ഞാനായിട്ട് കയറിയപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് അത് അവർക്ക് തിരിഞ്ഞിട്ടില്ല എന്ന്. അതെ, തിരിഞ്ഞിട്ടില്ല, അത് അവർക്ക് തിരിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിലും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതൊന്നും ഉണ്ട്. പക്ഷേ ശൈഖുനെ ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ അതിനെക്കാട്ടിയും പിന്നെ വേറെ ആരാളുണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ബുദ്ധിമുട്ടൊക്കെ പിന്നെ ബുദ്ധിമുട്ടുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ വേറെ ഉണ്ട്, അത് നിങ്ങളോടും പറയാൻ പറ്റില്ല. ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഞാൻ അള്ളാനെ ഓർക്കാനൊരു അവസരം ശൈഖുനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ പദല്ലേ, ഏറ്റവും വലിയതാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു കൂട്ടർ പറയുന്നുണ്ട് മൊയ്തീൻ അല്ല മറ്റേ ഉൾക്കൊള്ളാതെ സാധാരണക്കാരോട് പറയരുത്, അങ്ങനെ ഒരു കൂട്ടർ പറയുന്നുണ്ട്. ഉൾക്കൊള്ളാൻ പറ്റുന്ന കറാമത്തെ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബൽക്കീസ് രാജ്ഞിൻ്റെ കൊട്ടാരം സുലൈമാൻ നബിൻ്റെ ഒരു വലിയാണ്. ഒരു മിനിറ്റ് കണ്ണുമ്മി തുറക്കുമ്പോഴേക്ക് എത്തിച്ചു അത് ഖുർആനിലുള്ള ഉൾക്കൊള്ളാനൊക്കെ സാധിക്കുമോ? അത് നിങ്ങളും ചിന്തിച്ചു നോക്കി. എന്താണ് ബൽക്കീസ് സുലൈമാൻ നബിൻ്റെ ഒരു വലിയ ബൽക്കീസ് രാജ്യത്തിൻ്റെ കൊട്ടാരം കണ്ണ് തുമ്പിച്ചോർക്കുമ്പോഴേക്ക് സുലൈമാൻ നബിൻ്റെ അവതരത്തിലെത്തിച്ച് സുലൈമാൻ നബീൻ്റെ ഒരു വലിക്ക്, പിന്നെ റസൂലുള്ളാഹിൻ്റെ ഒരു വലിക്ക് അതിനെക്കാട്ടിയും വലിയ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് മൊയ്തീമാരയിലും മൊയ്തീൻ ശേഖര ചരിത്രത്തിലൊക്കെ അല്ലേ. അത് തന്നെ ശേഖരം മടവൂർ തങ്ങൾക്കും നടക്കും. ശൈഖുനെ പറ്റി മനസ്സിലാക്കാണ്ട് ഇവർ കുറച്ചെന്തോ ഇൽമുണ്ട്, 10 സെൻറ്റ് ഇൽമുണ്ട് എന്ന് പറഞ്ഞ് കോടാനും കോടിയിൽ ഇൽമുള്ള മഹാനെ പറ്റി എന്തെത്തും വലിയ ബൾബെടുക്കുന്നത്. നിങ്ങളെന്താ വിചാരിച്ച ശൈഖുന ആരാ? ആർഷും കുറിച്ചും ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി ഇവർ 10 സെൻറ്റ് ഇൽമുള്ള വലിയ കുറച്ച് സ്ഥാപനമോ കുറച്ച് അതും ഇതും ഉണ്ട് നെയ്ച്ചും കാഞ്ഞ് വലിയ ബൾബി നടന്നാലേ എവിടെത്തുമെന്ന് അറിയാം. ആക്കിപ്പത്ത് എവിടവും എത്തിപ്പോവും. നമ്മളിപ്പോൾ പറയാൻ യോഗ്യനല്ലേ. അങ്ങനെയാണ് ശൈഖുനാനോട് കളിക്കേണ്ടാരും. ഇവിടെ ശൈഖുനാനൊക്കെ അറിയുന്നത് ഞാൻ അറിഞ്ഞ ശൈഖുനാനെ പറ്റി എനിക്ക് മനസ്സിലായിടത്തോളം ശൈഖുനാക്ക് ഇവിടെ എന്തും നടക്കും. പിന്നെ റസൂലുള്ളാഹിക്ക് തായ്പെന്ന് കല്ലെറിഞ്ഞപ്പോൾ എൻ്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹിൻ്റെ അനുയായിയാണ് ശൈഖുന മടവൂര്. ഇതിലൊക്കെ പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ഏടോ എത്തിപ്പോയിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന സാധനം എന്തെത്താന്നറിയോ? അത് വല്ലാത്ത സാധനമാണ്. അതിനോടൊന്നും ആരും കളിക്കാനോ അല്ല അതിനെ നിയന്ത്രിക്കാനൊന്നും ഇവിടെ ഒരു ശക്തിയുമില്ല. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ശൈഖുനാൻ്റെ ഇതിൽ നടക്കുന്ന ഒരുപാട് മഹാന്മാരായിട്ട് ഞാൻ ബന്ധപ്പെടലുണ്ട്. ഓരൊക്കെ പറയുന്നത് ശൈഖുനാൻ്റെ മുകളിൽ ഇവിടെ ആരാളുള്ളത്. ഞാനും പറയുന്നത് തന്നെ ശൈഖുനാൻ്റെ മുകളിൽ ഇവിടെ ആരാ പറയാൻ, ശൈഖുനെ നിയന്ത്രിക്കാൻ ഇവിടെ ആരാ? ഊരൊക്കെ പറയുന്നത് മഹാന്മാർ തന്നെ പറയുന്നുണ്ട് ശൈഖുന ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്ത്.
പിന്നെ ആരോ ഒന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ, അത് വിശ്വസിക്കാൻ പറ്റിയ ആളാണ്. എനിക്ക് ശേഷം മഹദി ആണേ ഉള്ളൂ എന്ന്. എനിക്ക് ശേഷം അത്രക്കും വലിയ മഹാനല്ലേ ശൈഖുന. അങ്ങനത്തെ ശൈഖുനാനൊക്കെ നിയന്ത്രിക്കുന്ന പറഞ്ഞതാണ്. ഞാൻ ആരെയും കുറ്റം പറയാനില്ല. ശൈഖുനാൻ മനസ്സിലാണ്ട് എന്തെങ്കിലും വിളമ്പി നടന്നാൽ അയ്യേക്ക് ആക്കിബത്ത് എവിടെത്തി പോവും. പാകം നിന്നാൽ ആക്കിബത്ത് കിട്ടും. അത് പറയുന്നത് ഞാനും അങ്ങനെ തന്നെ. ഒരു മഹാനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കാനാകുമോ സ്നേഹിക്കുക. അല്ല നമ്മൾ പറ്റിയില്ല. അതുപോലെ ഇപ്പം തരം താഴ്ന്നു ഒരു വർത്താനം പറഞ്ഞിട്ടാണ് ഇടങ്ങെത്തി പോകും. മല്ലാനും ബാർബിൻ്റെ സ്ഥിതി എന്തെന്നാ, മൂസാ നബിക്ക് ഇതിൻ്റെ ദ്വാരണത്തിൻ്റെ മുപ്പത് ഇടവത്തിപ്പോൾ നായിനെ കാട്ടി അർപ്പിച്ചെന്ന് ഖുർആനല്ല പറയുന്നത്. അതുപോലത്തെ അങ്ങനത്തെ ഓരോരോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ പിന്നെ ഒരു ദിവസം ഞാൻ ശൈഖുനാൻ്റെ കാണാനൊരു ചാവക്കാടുള്ള ഒരാൾ വന്നു. ചാവക്കാടുള്ള അയാൾ ആദ്യമായിട്ട് ശൈഖുനാൻ്റെ വന്നാണല്ലേ. അയാൾ കയ്യിലൊരു പത്രം ഉണ്ടായി. അപ്പോൾ ശൈഖുനായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് ശൈഖുന ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു. അതൊരു പത്രമാണെന്ന് പറഞ്ഞു. അകത്ത് കത്തിച്ചാളണമെന്ന് പറഞ്ഞു. പത്രമാണെന്ന് അത് കത്തിച്ചാളണമെന്നാണ്. അങ്ങനെ ഒരു വന്തേ ആളുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ അവിടെ ചാവക്കാട് അയാൾ പുരയിൽ പോയിട്ട് രാത്രി സ്വപ്നം കാണാം ശൈഖുനാന. നമ്മളെ കുറച്ച് ആളുകൾ അവിടെ വരുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് മനുഷ്യൻ കാണുക, സ്വപ്നത്തിൽ കാണാം. അപ്പം മൂപ്പര് വേഗം ഉച്ചക്കുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി ഇങ്ങനെ നിൽക്കുക. ആരെയും കാണുന്നില്ലല്ലോ. അങ്ങനെയാണ് ശൈഖുന പറഞ്ഞതല്ലേ കാണാണ്ടിരിക്കുന്ന. അങ്ങനെ ഞങ്ങളെ കളരാതിരി ഒരു അർഫ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അറഫ മൂപ്പരും കുറേ ആൾക്കാരും ദിയാറത്തിന് പോയതാണ്. ദിയാറത്തിന് പോയപ്പോൾ ഒരാളിങ്ങനെ ഒരു പുരയെന്ന് ഇങ്ങനെ വിളിക്കുക ഒരാൾ. അങ്ങനെ പോയി നോക്കും. നല്ല ഇവർക്കാണെങ്കിൽ എന്തൊരു ഭക്ഷണം കിട്ടിയാൽ കഴിച്ചാളാന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അന്ന് നടന്ന് പോവുകയാണല്ലോ. അങ്ങനെ ദിയാറത്തൊക്കെ നടത്തി. അപ്പോൾ ഇവർക്ക് ആ ഭക്ഷണം വലിയൊരു സന്തോഷമുള്ള ഭക്ഷണവും കിട്ടിയ. അങ്ങനെ മൂപ്പര് ശൈഖുനയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി. നമ്മളെ ആളുകൾ അവിടെ വരുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ഞാനിങ്ങനെ സ്വപ്നം ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ കാത്തു നിൽക്കുക. നിങ്ങൾക്ക് വരാത്ത വരാത്ത അതപ്പോൾ അങ്ങനെ തലക്കെട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാരിങ്ങനെ കാണുന്നത്. അപ്പം എനിക്ക് സന്തോഷം നിങ്ങളെന്നെ അയക്കും. അങ്ങനെ ഇപ്പോൾ മൂപ്പരൊക്കെ ഗേറ്റിൻ്റെ എത്തി മൂപ്പര് വിളിച്ച് അങ്ങനെ ഗേറ്റിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ശൈഖുനാനെ അറിഞ്ഞ ആളുകൾ ഒരുപാടുണ്ട്. എന്തോറോ ഇത് നമുക്ക് തിരിയില്ല. ശൈഖുനാൻ്റെ ഇത് ഇവിടെ ആരാൾക്കും പറയാൻ സാധിക്കില്ല. ഇവിടെ ഇപ്പം ഞാൻ എന്നതിന് ഒരുപാട് മഹാന്മാരെത്തിപ്പോയി. ഈ മഹാന്മാരൊക്കെ ശൈഖുനാൻ്റെ ഈ ഇത് മഹദൂബ് അറിയാമെന്നല്ലാണ്ട് അതിൻ്റെ മുകളിൽ ഞങ്ങളെന്ന് പറയുന്നില്ല. വലിയ വലിയ മഹാന്മാരെടുത്ത് ഞാൻ പോയിക്കുന്നു. ഈ മഹാന്മാരൊക്കെ ശൈഖുനാൻ്റെ മദ്ഹബ് അറിയാമെന്നുള്ളതാണ്. വന്നു